ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഒരു ഫേമസ് ഫുഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി പാൽക്കപ്പയുടെ റെസിപ്പിയാണ് കേട്ടോ. ഒരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കാൻ മറക്കരുത് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് വെള്ളം നന്നായി തിളപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ടുള്ള കപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വേവിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് 2 വിസിൽ അടുപ്പിച്ചെടുക്കുക. അതിന് ശേഷം ഇത് നന്നായി മിക്സ് ചെയ്യുമ്പോൾ തന്നെ നന്നായി ഉടഞ്ഞ് കിട്ടും കേട്ടോ. ഇനി ഒരു എന്തെങ്കിലും കയ്യിലോ എന്തെങ്കിലും തവി എന്തെങ്കിലും വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ നന്നായി ഉടഞ്ഞ് കിട്ടും. അതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 8-10 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇത് നന്നായി മൂപ്പിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഇത് നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു 4-5 വറ്റൽമുളക് ഉണ്ടല്ലോ അത് ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തേങ്ങാപ്പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കുക. ഇനി തേങ്ങാപ്പാലിൻ്റെ അളവിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ അടിപൊളി പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടോ. ഇതിലേക്ക് കോംബോ ആയിട്ടുള്ള ചിക്കൻ്റെ പാർട്സ് വെച്ചിട്ടുള്ള ഒരു വരട്ട് കൂടിയും കാണിക്കുക. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ്റെ പാർട്സ് കട്ട് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂണ് മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണോളം വലിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അതും ചേർത്തിട്ട് ഇതിലേക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. അങ്ങനെ അതൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായി വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 1/4 ടീസ്പൂണ് ഗരം മസാലയും ചേർത്തിട്ട് ഇത് നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാർട്സ് ഉണ്ടല്ലോ അതുകൂടി ചേർത്തിട്ട് നന്നായി വേവിച്ചെടുക്കുക കേട്ടോ. അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ പാർട്സും ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതിലേക്ക് ബീഫാണ് കേട്ടോ കോംബോ ആയിട്ട് വരുന്നത്. നല്ല അടിപൊളിയാണ് ബീഫ്. ഇങ്ങനെ ഇതുപോലെ തന്നെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.